وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 58-ാം അധ്യായമായ സൂറത്തുൽ മുജാദിലയുടെ പഠനം നാം ആരംഭിക്കുകയാണ്. പഠിക്കാനും പകർത്താനും ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. 22 ആയത്തുകളാണ് സൂറത്തുൽ മുജാദിലയിൽ ഉള്ളത്. 22 ആയത്തുകൾ. മുജാദില എന്ന പദത്തിൻ്റെ അർത്ഥം തർക്കിക്കുന്ന പെണ്ണ് എന്നാണ്. തർക്കിക്കുന്നവൾ എന്നതാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണ് തർക്കിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സൂറത്തിന് ഈ പേര് വന്നിട്ടുള്ളത്. 58-ാം അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ജാഹിലിയ അറബികൾക്കിടയിൽ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നതിന് ഉപയോഗിച്ച ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ലിഹാർ എന്നാണ് അതിന് പേര് പറയാം. ലിഹാർ. പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ മുത്തലാഖ് എന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഭാര്യയെ ഒന്നിച്ച് എൻ്റെ 3 തൊലാഖും ഞാൻ ചൊല്ലി എന്ന ഏർപ്പാട്. അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതല്ല, ഇസ്ലാമല്ല. അറബികളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ലിഹാർ. എന്ന് പറഞ്ഞാൽ അൻതി അലയ്യ കലഹിരി ഉമ്മി എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത് ഭാര്യമാരോട്. നീ എൻ്റെ മേൽ എൻ്റെ മാതാവിൻ്റെ മുതുക് പോലെയാണ് നീ എന്ന് ഭാര്യയോട് പറഞ്ഞാൽ പിന്നീട് അവളെ ഭാര്യയായി അംഗീകരിക്കാൻ പറ്റില്ല. ഒരു വിവാഹമോചനത്തിൻ്റെ ഒരു രീതിയായി അവർ സ്വീകരിച്ചു വന്നിരുന്നു. ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റാത്തതുപോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഭാര്യയെ വിവാഹം ചെയ്യാൻ പിന്നെ അവരുമായി ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ശൈലി ആദ്യ കാലഘട്ടങ്ങളിൽ അവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വന്നു. ഈ സമയത്ത് ഔസ് ബിൻ സ്വാബിത്ത് എന്ന വൃദ്ധനായ ഒരു കുറച്ചൊക്കെ പ്രായമായ ഒരു സ്വഹാബി, അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു.
വീട്ടിലേക്ക് വന്നു, ഭാര്യയുമായി സംസാരിച്ചു. പക്ഷേ ആ സമയത്ത് ഔസ് ഇബ്നു സാബിത്തിന് തൻ്റെ ഭാര്യയുടെ വർത്തമാനം ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യമായി, വർത്തമാനമായി. അവസാനം ഔസ് തൻ്റെ ഭാര്യയാകുന്ന ഖൗലയെ ലിഹാറ് ചെയ്തു. നീ എൻ്റെ മേൽ എൻ്റെ മാതാവിൻ്റെ മുതുക പോലെയാണ് എന്ന് പറഞ്ഞു ലിഹാറ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഔസ് ഇബ്നു സ്വാമിത്തിന് താൻ ചെയ്തത് അവിവേകമാണെന്നും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധമുണ്ടാവുകയും തൻ്റെ ഭാര്യയുടെ അരികിൽ ചെന്നുകൊണ്ട് ഭാര്യയെ സമീപിച്ചു. പറഞ്ഞു പോയത് അദ്ദേഹം മടക്കിയെടുത്തു. പക്ഷെ ഭാര്യ സമ്മതിച്ചില്ല. ഖൗല എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ഖൗല സമ്മതിച്ചില്ല. നിങ്ങൾ എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു, ഇനി ഞാനൊന്നിനും സമ്മതിക്കുകയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വിധി അറിയണം, തീരുമാനം അറിയണം. അതുകൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഖൗല റളിയല്ലാഹു അൻഹ പോവുകയാണ്. ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് സംഭവിച്ച സംഭവങ്ങൾ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഞാൻ വിവാഹം ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല ഒരു യുവതിയായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സായിട്ടുണ്ട്, ഒരുപാട് മക്കളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതാ എൻ്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് അദ്ദേഹത്തിന് എന്നെ തിരിച്ചെടുക്കാൻ, ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ വല്ല ഒഴിവ് കഴിവും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, അങ്ങനെ കിട്ടിയാൽ അതെനിക്കൊരു ആശ്വാസമാണ് എന്ന സങ്കടമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഖൗല ബീവി റളിയല്ലാഹു അൻഹ ബോധിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലയോട് പറയുന്നു, ഖൗല, നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാനുള്ള ഒരു കൽപ്പനയും എനിക്ക് കിട്ടിയിട്ടില്ല. ലിഹാർ വിവാഹമോചനമല്ല, അത് മുഖേന വിവാഹമോചനം ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കൊരു അത്തരത്തിലുള്ള ഒരു കൽപ്പന വന്നിട്ടില്ല എന്ന് ഖൗലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിന് നിഷിദ്ധമാണെന്നാണ് ഞാൻ കാണുന്നത്, അതല്ലാതെ വേറെ ഒരു ഒഴിവ് കഴിവ് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഖൗല ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയാണ്. ഇതാണ് അവിടെ ആ ആയത്തിൽ തർക്കിക്കുന്ന പെണ്ണ് എന്ന് മുജാദില എന്ന സൂറത്തിന് പേര് വരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിച്ചു പറയുന്ന നബിയെ, എൻ്റെ ഭർത്താവ് ഔസ് വിവാഹമോചനം തൊലാഖൊന്നും ചൊല്ലിയിട്ടില്ല, വെറും ഒരു ലിഹാറല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരാളം തർക്കം നടത്തിയതിന് പുറമെ ഖൗല ബീബി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് വല്ലാതെ പരാതിപ്പെടുകയാണ്. റഹ്മാനായ റബ്ബിനോട് പരാതിപ്പെട്ടു, അള്ളാഹുവേ, ഞാൻ ഒറ്റപ്പെടും, എൻ്റെ ഭർത്താവ് എന്നെ ഈ ലിഹാറിലൂടെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു പോയാൽ ഞാൻ ഒറ്റപ്പെടും, ഒരുപാട് കഷ്ടപ്പാടുകൾ എനിക്കുണ്ടാകും, പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടുന്നതുമെല്ലാം, എൻ്റെ കുട്ടികൾ അനാഥരാകുന്നത്, റഹ്മാനായ റബ്ബെ, ഞാനിതാ നിന്നോട് സങ്കടപ്പെടുന്നു. എനിക്ക് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എനിക്ക് വേദനകൾ ഉണ്ടാകും, ഒരുപാട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹുവിനോട് ഖൗല ബീബി റളിയല്ലാഹു അൻഹ സങ്കടം ബോധിപ്പിക്കുകയാണ്. ഈ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗല ബീബി അള്ളാഹുവിനോട് സങ്കടം പറയുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗല ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖൗല, നീ സന്തോഷിക്കുക ഖൗല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുജാദലയിലെ ആദ്യ വചനങ്ങൾ ഖൗലക്ക് ഓതി കൊടുക്കുകയാണ്. അതാണ് ഈ സൂറത്തിലെ ആദ്യ ആയത്തുകൾ ഇറങ്ങാനുള്ള പശ്ചാത്തലം. قد سمع الله قول التي تجادلك في زوجها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗല ബീവിക്ക് ഓതി കൊടുക്കുകയാണ് ആശ്വാസത്തിന്റെ വചനങ്ങൾ. അത് തീർച്ചയായും അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗല ഒരു വാക്ക്, അല്ലതി തുജാദിലുക, നബിയെ അങ്ങയോട് തർക്കിച്ച പെണ്ണിന്റെ വർത്തമാനം അല്ലാഹു കേട്ടിരിക്കുന്നു. തുജാദിലുക, നിന്നോട് തർക്കിച്ചവളുടെ ഏത് വിഷയത്തിൽ? ഫീ സൗജിഹ, അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കം നടത്തിയ പെണ്ണിന്റെ വർത്തമാനം അല്ലാഹു കേട്ടിരിക്കുന്നു നബിയെ. പിന്നെയോ വതഷ്തകീ വതഷ്തകീ, അവൾ സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിനോട്, അല്ലാഹുവിങ്കലേക്ക് അവൾ സങ്കടം ബോധിപ്പിക്കുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവളുടെ പരാതി, അവളുടെ സങ്കടം അല്ലാഹു കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, വല്ലാഹു തീർച്ചയായും അല്ലാഹു യസ്മഉ കേൾക്കും, അല്ലെങ്കിൽ കേട്ടിരുന്നു. തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും വർത്തമാനം,
ഖൗലനോട് വന്ന് പറഞ്ഞതും സങ്കടം പറഞ്ഞതും ഈ വിഷയം വന്ന് പറഞ്ഞതും നീ അതിന് കൊടുത്ത മറുപടിയും നിങ്ങളുടെ സംഭാഷണങ്ങൾ അല്ലാഹു കേട്ടിരുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, സമീഉൻ, അവൻ കേൾക്കുന്നവനാണ്, ബസീറുൻ, അവൻ കാണുന്നവനുമാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഒന്നാമത്തെ ആയത്തിന്റെ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്യുന്ന ആ പെണ്ണിന്റെ വർത്തമാനം അള്ളാഹു കേട്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേർ സംഭാഷണം നടത്തുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഒരു പാഠമുണ്ട്. ഒന്നാമത്തെ പാഠം, ഏതൊരു വിഷയത്തിൽ അഭിപ്രായമുണ്ടായോ അതിന് പരിഹാരം തേടേണ്ടത് വിശുദ്ധ ഖുർആനിലൂടെയാണ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെയാണ്. അവിടെ നിന്നാണ് നമ്മൾ പരിഹാരം കാണേണ്ടത് എന്ന ഒരു പാഠമാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ, നിർദ്ദേശമില്ലാതെ ഒരു വിഷയത്തിന്റെ വിധി പറയാൻ അധികാരമില്ല എന്ന പാഠമാണ്. നമ്മളെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി ബോധ്യമില്ലാത്ത വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ, മസാലകൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹദീസുകൾ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നിയ ധാരണക്കനുസരിച്ച് കൊണ്ട് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂലിന് പോലും അതിന് അധികാരമില്ല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ ലിഹാറിന്റെ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാതെ മാറി നിന്നത്. മൂന്നാമത്തെ സന്ദേശം, റഹ്മാനായ റബ്ബിനോട് നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടം അള്ളാഹിനോട് ബോധിപ്പിച്ചാൽ, അള്ളാഹുവിനോട് നമ്മൾ ബോധിപ്പിക്കുന്ന സങ്കടങ്ങളെ, വേദനകളെ റഹ്മാനായ റബ്ബ് കേൾക്കുകയും അത് അള്ളാഹു അതിന് പരിഹാരം കാണിച്ചു തരികയും ചെയ്യും എന്ന മഹത്തായ പാഠമാണ്. നാലാമത്തെ സന്ദേശം, ആര് കേൾക്കുന്നില്ലെങ്കിലും ആരറിയുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അറിയും, അവൻ കേൾക്കും എന്ന ഒരു പാഠമാണ്. ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ്, ചെറിയ ഒരു ആയത്ത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം മഹദി, നമ്മുടെ ഉമ്മയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ ഖൗല ബീവി വന്നിട്ട് പരാതി പറയുമ്പോ അതിന്റെ തൊട്ടരികെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഖൗല തർക്കിക്കുന്നത് എന്ന് തൊട്ടപ്പുറത്തുള്ള എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, കൃത്യമായി മനസ്സിലാക്കാൻ, വ്യക്തമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തൊട്ടരികിലുള്ള എനിക്ക് കേൾക്കാൻ കഴിയാത്ത ആ വിഷയം പോലും ആര് കേട്ടിട്ടുണ്ട്? ഖദ് സമി അല്ലാഹു അത് കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ശബ്ദങ്ങളും കേൾക്കുമാർ വിശാലമായ കേൾവിയുള്ള അള്ളാഹുവിനാണ് അൽഹംദുലില്ലാ, അവനാണ് സർവസ്തുതിയും എന്ന് ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഉമ്മയുമായി വല്ലാതെ ഇങ്ങനെ വർത്തമാനം പറയാൻ, ഒരുപാട് സംസാരിക്കുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണിനെ കുറിച്ച്, ആ സ്ത്രീയെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതാണ് ഈ പെണ്ണെന്ന് നിങ്ങൾക്കറിയോ? ഏതാണ് ഈ ഉമ്മ എന്ന് നിങ്ങൾക്കറിയുമോ? സഅലബത്തിന്റെ മകൾ ഖൗലയാണത്. ആ പെണ്ണാണ്, ആ പെണ്ണിന്റെ വേവലാതിയാണ്, ആ പെണ്ണിന്റെ വേദനകളാണ്, പരാതിയാണ്. ഏഴാകാശങ്ങൾക്ക് മീതെ നിന്ന് റഹ്മാനായ റബ്ബ് കേട്ട് ആ പരാതിക്ക് കൃത്യമായ പരിഹാരം നൽകിയ ആ പെണ്ണാണിത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാവുന്നതാണ്. ഏതായിരുന്നാലും ഈ ആയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകണം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ലിഹാർ, അപ്പൊ തർക്കിച്ച പെണ്ണാരാണെന്ന് അറിഞ്ഞു, ആയത്തിറങ്ങി. എന്നാൽ എന്താണ് ലിഹാർ, അങ്ങനെ ലിഹാർ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇകും മാ ഹുന്ന ഉമ്മഹാതിഹിം. അല്ലദീന യുളാഹിറൂന, ലിഹാർ ചെയ്യുന്നവർ, അഥവാ ഭാര്യയോട് അൻത അലയ്യ കലഹിരി ഉമ്മി, നീ എൻ്റെ മേൽ എൻ്റെ മാതാവിന്റെ മുതുക് പോലെയാണ്. ഇത്തരത്തിൽ ലിഹാർ ചെയ്യുന്നവർ, ആ ലിഹാർ ചെയ്യുന്നവർ മിൻകും നിങ്ങളിൽ നിന്ന് ലിഹാർ ചെയ്യുന്നവർ, മിൻ നിസാഇഹിം അവരുടെ ഭാര്യമാരെ, അവരുടെ സ്ത്രീകളെ ലിഹാർ ചെയ്യുന്നവർ, മാ ഹുന്ന അവരല്ല, അങ്ങനെ ലിഹാർ ചെയ്താൽ അവർ ആവുകയില്ല, ഉമ്മഹാതിഹിം അവരുടെ മാതാക്കൾ ആവുകയില്ല. ഒരു ലിഹാർ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്ത്രീകൾ ഒരിക്കലും ഉമ്മമാർ ആവുകയില്ല, ഉമ്മമാരെ പോലെ ആവുകയില്ല. ഇന്ന ഉമ്മഹാതുഹും അവരുടെ ഉമ്മമാരല്ല, ഇല്ലല്ലാഹി ഒരു സ്ത്രീകളല്ലാതെ, വലദിനഹും അവരെ പ്രസവിച്ച, വലദിനഹും അവരെ പ്രസവിച്ച.
അവരുടെ മാതാക്കൾ ഒരിക്കലും ലിഹാറ് കൊണ്ട് ആവുകയില്ല. അവരുടെ മാതാക്കൾ, അവരുടെ ഉമ്മമാർ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. അവരെ പ്രസവിച്ച ആ സ്ത്രീകളാണ് അവരുടെ ഉമ്മമാർ. അല്ലാതെ നിങ്ങളുടെ ഭാര്യമാരെ ലിഹാറ് ചെയ്തത് കൊണ്ട് അവർ നിങ്ങളുടെ ഉമ്മമാരാവുകയില്ല എന്ന് അല്ലാഹു തആല വ്യക്തമായി ഖൗല ബീവിക്ക് മറുപടി കൊടുത്തു. വിധി ഇറങ്ങി. പിന്നെ وَإِنَّهُمْ لَيَقُولُونَ مُنكَرًا مِنَ الْقَوْلِ وَزُورًا وَإِنَّهُمْ തീർച്ചയായും അവർ ലയഖൂലൂന അവർ പറയുകയാണ്, അവർ പറയുന്ന ഈ ലിഹാറിന്റെ വർത്തമാനം മുൻകറ ആക്ഷേപകരമായതാണ്, വെറുക്കപ്പെട്ടതാണ്. മിനൽ ഖൗലി വാക്കുകളിൽ നിന്ന് വസൂറ വ്യാജമായ കൃത്രിമത്വമുള്ള ഒരു വാക്ക് മാത്രമാണ്, ആക്ഷേപകരമായ വെറുക്കപ്പെട്ട കൃത്രിമത്വമുള്ള ഒരു വാക്ക് മാത്രമാണത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിശ്ചയമായും ദുരാചാരമായ ഒരു വാക്കും കള്ളവും തന്നെയാണ് അവർ പറയുന്നത്. അല്ലാതെ ലിഹാറ് കൊണ്ട് ഒരു ഭാര്യയും എന്താവുകയില്ല, ഉമ്മമാരാവുകയില്ല. ഉമ്മമാർ പ്രസവിച്ച സ്ത്രീകളാണ് എന്ന് അല്ലാഹു പറഞ്ഞു. വഇന്നല്ലാഹ ലഗഫൂൻ ഗഫൂർ തീർച്ചയായും അല്ലാഹു ലഅഫൂൻ അവൻ മാപ്പ് ചെയ്യുന്നവനാണ്, ഗഫൂറുൻ വളരെ പൊറുക്കുന്നവനുമാണ്. അല്ലാഹു ഏറെ മാപ്പ് ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാകുന്നു എന്ന ആശ്വാസത്തിന്റെ അവർ തമ്മിലുള്ള ആ ലിഹാറിന് കൃത്യമായ എന്താണ് ലിഹാറെന്നും ആ ലിഹാറ് കൊണ്ട് വിവാഹമോചനം നടക്കുമോ എന്ന കൃത്യമായ വിധി റഹ്മാനായ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗല ബീവിയെ ആ വിഷയം അറിയിക്കുകയും ചെയ്തു. നിങ്ങളിൽ നിന്ന് തങ്ങളുടെ സ്ത്രീകളോട്, ഭാര്യമാരോട് ലിഹാറിന്റെ വർത്തമാനം, ലിഹാറ് ചെയ്യുന്നവർ അവർ അബദ്ധമാണ് അവർ പ്രവർത്തിക്കുന്നത്, അവർ മോശമായ വർത്തമാനമാണ് അവർ പറയുന്നത്. അവർ ഒരിക്കലും അവരുടെ മാതാക്കളാവുകയില്ല. അവരുടെ മാതാക്കൾ, ഉമ്മമാർ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. തീർച്ചയായും ദുരാചാരമായ ഒരു വാക്കും കള്ളവും തന്നെയാണ് ഈ ലിഹാറിലൂടെ അവർ പറയുന്നത്. അള്ളാഹു വളരെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. തുടർന്ന് വീണ്ടും അല്ലാഹു തആല വിശദീകരിച്ചു, നീ എന്റെ മാതാവിനെ പോലെയാണ് എന്ന് പറയുമ്പോഴേക്ക് ഒരിക്കലും ഒരു ഭാര്യയും മാതാക്കളാവുകയില്ല. അത് ഒരു ദുരാചാരമായ വർത്തമാനമാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നേക്കും എന്ന ഒരു ആശ്വാസമാണ്. അവരുടെ ആദ്യ ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ അത്തരത്തിൽ ലിഹാറുകൾ അവർ ചെയ്തിരുന്നു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറഞ്ഞതിന് ശേഷം, എന്നാൽ ലിഹാറ് ചെയ്തു ഒരാൾ തന്റെ ഭാര്യയെ ഈ രീതിയിൽ നീ എന്റെ മാതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞു, ലിഹാറ് ചെയ്തു. പിന്നീട് ആ സ്വഹാബിക്ക് ബോധ്യപ്പെട്ടതുപോലെ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് വേണം? അതിന് കൃത്യമായ കഫാറത്ത്, പ്രായച്ചിത്തം ഉണ്ടാകണം. ഭാര്യയുമായി സ്പർശനം ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ കഫാറത്ത് ഉണ്ടാകണം. അതിനുശേഷം മാത്രമേ ഭാര്യയുമായി സ്പർശനം പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താണ് ആ കഫാറത്ത്? അതാണ് തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം തങ്ങളുടെ ഭാര്യമാരോട് ലിഹാർ ചെയ്യുന്നവർ സുമ്മ യഊദൂന പിന്നെ അവർ മടക്കിയെടുക്കുന്നു ലിമാ ഖാലു തങ്ങൾ പറഞ്ഞതിൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും അത് വല്ലാത്ത ഞാൻ ചെയ്യാൻ പാടില്ലാതിരുന്നു, ഞാൻ ഒരിക്കലും ലിഹാർ ചൊല്ലാൻ പാടില്ലായിരുന്നു എന്ന ആ ഒരു ഖേദ സങ്കടം അവരുടെ മനസ്സുകളിൽ ഉണ്ടായാൽ എന്താണ് അവർ വേണ്ടത്? സുമ്മ യഊദൂന ലിമാ ഖാലു തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്ന ആളുകൾ അവരെന്ത് വേണം? ഫതഹരീറു റഖബത്തിൻ മിൻ ഖബലി അൻ യതമാസാ. ഫതഹരീറു റഖബ ഒരു അടിമയെ സ്വതന്ത്രമാക്കുക, അതിനുള്ള പ്രായച്ചിത്തമാണ്. ലിഹാർ ചെയ്താൽ പ്രായച്ചിത്തമായി അല്ലാഹു തആല പറയുന്നു, ഒന്ന് ഫതഹരീറു റഖബ ഒരടിമയെ മോചിപ്പിക്കണം. എപ്പോൾ മോചിപ്പിക്കണം? കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല. മിൻ ഖബലി അൻ യതമാസാ ആ ലിഹാർ ചെയ്തവനും അവന്റെ ഭാര്യയും തമ്മിൽ അന്യോന്യം സ്പർശിക്കുന്നതിന്റെ മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് അതിനുള്ള പ്രായച്ചിത്തം. അത് തുഅലൂന ബിഹി അത് മുഖേന നിങ്ങൾക്ക് സതുപദേശം ചെയ്യപ്പെടുന്നു, നിങ്ങൾക്ക് ഉപദേശം ചെയ്യപ്പെടുന്നു. വല്ലാഹു അല്ലാഹു ബിമാ തഅമലൂന ഖബീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഖബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു തആല. അപ്പൊ ഇങ്ങനെ ലിഹാർ ചെയ്തു പോയാൽ പെട്ടെന്ന് അത് കുറ്റബോധം വന്ന് പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായി അപ്പം തന്നെ ജീവിക്കാൻ പറ്റൂല. അവരെന്ത് വേണം? പ്രായച്ചിത്തം ഉണ്ടാകണം. ഒന്നാമത്തെ പ്രായച്ചിത്തം
അവർ അന്യോന്യം സ്പർശിക്കുന്നതിന്റെ മുമ്പായി തന്നെ ഈ പ്രായച്ചിത്തം ചെയ്യണം. ഒന്നാമത്തേത് ഒരു അടിമയെ സ്വതന്ത്രയാക്കുകയാണ്. ഇപ്പറഞ്ഞത് മുഖേന നിങ്ങൾക്ക് സദുപദേശം നൽകപ്പെടുകയാണ്. എന്താണ് ലിഹാർ എന്നും ആ ലിഹാറിന്റെ വിധി എന്താണ് എന്ന കൃത്യമായ ഉപദേശം നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് എല്ലാ ആളുകൾക്കും ലിഹാർ ചെയ്തവർ പ്രായച്ചിത്തം ചെയ്യണം. കഫാറത്ത് പ്രായച്ചിത്തം ഉണ്ടാകണം. ആ പ്രായച്ചിത്തം ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. എല്ലാവർക്കും ലിഹാർ ചെയ്തവർക്കെല്ലാം ഇങ്ങനൊരു അടിമയെ മോചിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അവരെന്താ ചെയ്യേണ്ടത്? അതാണ് അല്ലാഹു തആല പറയുന്നത്. ആദ്യത്തേത് ഫതഹ്രീറു റഖബ, അവർ ഒരു അടിമയെ മോചിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയോ ഫമൻ ലം യജിദ് ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ. ഫമൻ ലം യജിദ്, കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ടില്ല, ഒരു അടിമയെ മോചിപ്പിക്കാനൊന്നും സാമ്പത്തികമായി അവർക്ക് കഴിഞ്ഞില്ല, അങ്ങനെയായാൽ പിന്നെ രണ്ടാമത്തത് കഫാറത്ത്. ഒന്നാമത്തത് അടിമയെ മോചിപ്പിക്കാൻ ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ ഫസിയാമു, നോമ്പ് പിടിക്കണം, ശഹ്റൈൻ, 2 മാസം നോമ്പ് പിടിക്കണം, മുതതാബിഈൻ, തുടർച്ചയായ 2 മാസം നോമ്പ് പിടിക്കണം. മിൻ ഖബലി അൻ യതമാസാ, രണ്ടുപേരും അന്യോന്യം സ്പർശിക്കുന്നതിന്റെ മുമ്പാണ് ഈ കഫാറത്ത് ഉണ്ടാകേണ്ടത്. അവർ രണ്ടുപേരും സ്പർശിക്കുന്നതിന്റെ മുമ്പ് തുടരെയായി 2 മാസം, ഇടവേളകൾ പോരാ, അതിന്റെ ഇടയിൽ ഇടവേളകൾ ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് തുടർച്ചയായി 2 മാസം അവർ നോമ്പ് നോൽക്കണം. ഇതാണ് കഫാറത്ത്. ഇനി അതിനും കഴിഞ്ഞില്ല, ആരോഗ്യം ഇല്ല, തുടർച്ചയായി 2 മാസം ഒന്നും നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അവർ ചെയ്യേണ്ടവരായ അതിനും സാധിച്ചില്ല, എല്ലാവർക്കും തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കാൻ കഴിയില്ല. കാരണം ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ മൂന്നാമത് അവർക്കുള്ള പ്രായച്ചിത്തം ഫഇത്വാമു, ഭക്ഷണം കൊടുക്കലാണ്, 60 മിസ്കീന, 60 സാധുവിന്, 60 മിസ്കീന്മാരാകുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് മൂന്നാമത്തെ അവരുടെ കഫാറത്ത്. ദാലിക, അത് ലിതുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്, ബില്ലാ, അല്ലാഹുവിലും, വറസൂലിഹി, അവന്റെ റസൂലിലും, അല്ലാഹുവിലും അവന്റെ റസൂലിലും കൃത്യമായി നിങ്ങൾ വിശ്വസിക്കുന്നവരായി മാറാൻ. ഈ ചീത്ത ഏർപ്പാട്, ഇത്തരം വർത്തമാനങ്ങൾ നിങ്ങളുടെ നാവിൻ തുഞ്ചിലൂടെ ഇനി വരാതിരിക്കുവാൻ, ഇതാണ് അള്ളാഹുവിന്റെ വിധി പ്രഖ്യാപനം എന്ന് പറഞ്ഞു. 3 പിന്നെ പ്രായച്ചിത്തമാണ് ലിഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചത്. വതിൽക ഹുദൂദുല്ലാഹ്, വതിൽക, അത് ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിരുകളാണ്. അള്ളാഹുവിന്റെ ഒരു കൃത്യമായി എല്ലാത്തിനും റഹ്മാനായ റബ്ബ് ഒരു അതിര് വെച്ചിട്ടുണ്ട്, ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിക്ക് അപ്പുറം കടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിധി ഇതാണ്. എന്ത്? നിങ്ങൾ ഒരാൾ ലിഹാർ ചെയ്യുക എന്നത് അത് വളരെ മോശമായ, വളരെ വൃത്തികെട്ട ഒരു ദുരാചാരമാണ്. ആ ദുരാചാരം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ആ ലിഹാർ എല്ലാവരും ചെയ്തു പോയാൽ അവർ ഈ 3-ൽ ഏതെങ്കിലും ഒന്ന്, അഥവാ ആദ്യം അടിമയെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് കഴിയാത്തവരാണ് എന്താ ചെയ്യേണ്ടത്? 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കേണ്ടത്. അതിനും കഴിയാത്തവർ 60 മിസ്കീന്മാർക്ക്, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ അതിർവരമ്പുകളാണ്, നിയമപരമായ അതിർത്തികളാണ്. വലിൽ കാഫിരീന അദാബുൻ അലീം, തീർച്ചയായും അവിശ്വാസികളായ ആളുകൾക്ക് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയും ചെയ്തു. ഏതായിരുന്നാലും നമുക്കറിയാം, ലിഹാർ എന്ന് പറയുന്ന ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ വിവാഹമോചനത്തിന്റെ രീതി വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, അതുപോലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ ലിഹാർ എന്ന് പറയുന്ന ഈ ഏർപ്പാട് ഇല്ല. പഴയ കാലത്തിലൊക്കെ, ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഈ മുത്വലാഖ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. ഇത് എൻ്റെ ഭാര്യയെ ഞാൻ 3 ചൊല്ലി, ഒറ്റയടിക്ക് 3 ചൊല്ലുക, അതും ഇസ്ലാമികമല്ല, ഇസ്ലാം പഠിപ്പിച്ചതുമല്ല. കൃത്യമായ ഭാര്യയെ വിവാഹമോചനം നടത്തണമെങ്കിൽ അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ഘട്ടങ്ങളായിട്ടാണ്, 3 ഘട്ടമായിട്ടാണ്. അതിന്റെ മുമ്പ് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തതിന് മാത്രം ശേഷമേ വിവാഹമോചനത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാം പറയുന്നത്.
തന്റെ ജീവിതത്തിലേക്ക് സഖിയായി കൊണ്ടുവന്ന പെണ്ണിനെ ഏതെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു അവിവേകത്തിൽ എന്തെങ്കിലും ഒരു നിസാരമായ വിഷയത്തിന് അവളെ ഒഴിവാക്കുക എന്നത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അത് ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടുമില്ല. എന്നാൽ ഒന്നാമത്തെ ആയത്തിൽ നിന്ന് കിട്ടുന്ന മഹത്തായ പാഠങ്ങൾ നാം പഠിക്കുകയും ചെയ്യുക, കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുക. ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു എന്ന് നോക്കാൻ കഴിയണം, അള്ളാഹു എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വതസ്തകി ഇലല്ലാഹ്, അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും പരാതികളും ബോധിപ്പിക്കാൻ നമുക്ക് കഴിയണം. വതസ്തകി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്കാണ് പരാതി ബോധിപ്പിച്ചത്. അല്ലാതെ നമ്മുടെ പരാതികളും സങ്കടങ്ങളും മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കളോട്, ബീവിമാരോട്, കല്ലിനോട്, മുള്ളിനോട് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. വതസ്തകി ഇലല്ലാഹ്, അള്ളാഹുവിനോടാണ് സങ്കടം ബോധിപ്പിക്കേണ്ടത്. ആ അള്ളാഹുവിനോട് നമ്മൾ സങ്കടം ബോധിപ്പിച്ചാൽ തീർച്ചയായും ആ സങ്കടം, പരാതി അള്ളാഹു കേൾക്കും. അള്ളാഹു അല്ലാത്തവരോട് മരിച്ചുപോയ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സങ്കടങ്ങളും പരാതികളും അവരെ ബോധിപ്പിച്ചാൽ അവരൊരിക്കലും അത് കേൾക്കുകയില്ല. ആര് കേട്ടില്ലെങ്കിലും ആർക്ക് കേൾക്കാൻ കഴിയും? റഹ്മാനായ റബ്ബ് അത്രയും സൂക്ഷ്മമായി എല്ലാം കേൾക്കുകയും എല്ലാം കാണുകയും ചെയ്യുന്നവരാണ് എന്ന മഹത്തായ പാഠം. ആയിഷ ഉമ്മക്ക് പോലും, തൊട്ടരികിലുള്ള ആയിഷ ഉമ്മ പോലും കേൾക്കാത്ത ആ കാര്യം റഹ്മാനായ റബ്ബ് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആ ഖൗല ബീവി റളിയല്ലാഹു അൻഹയുടെ വർത്തമാനവും സങ്കടവും കേട്ടിട്ട് അതിന് പരിഹാരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുക, നമ്മൾ റഹ്മാനായ റബ്ബിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ വേദനകളും പരാതികളും അള്ളാഹുവിനോട് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു തആല നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന കൃത്യമായ ബോധവും ചിന്തയും ആ ഒരു വിശ്വാസവും എന്നെയും നിങ്ങളെയും നയിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.